ഇന്ന് രാവിലെ ദോശയുടെ കൂടെ സവാളയും തക്കാളിയും കൂടെ വഴറ്റിയിട്ട് അതിലേക്ക് മുട്ട ഒട്ടിച്ച് വെച്ചിട്ട് കറിയാണ്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, യൂട്യൂബിലൊക്കെ കണ്ടതാണ്. നേരത്തെ ഒരുപാട് വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഗ്രേവിയൊക്കെ ആയി തിളച്ചതിന് ശേഷം നമ്മൾ നാടൻ മുട്ടയാണ്, ആ മുട്ട പൊട്ടിച്ച് ഈ ഒരു ഗ്രേവിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കഴിയുമ്പോൾ നല്ല രുചികരമായ ഒരു കറി കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം. സാധാരണ നേരത്തെയൊക്കെ ദോശ ഗ്യാസ് അടുപ്പിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഗ്യാസ് ഇപ്പോൾ തീരാറായി, ഇപ്പം ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് ദോശയും വിറകടുപ്പിൽ തന്നെ അങ്ങ് ചെയ്യുക. അതാകുമ്പം കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ദോശ സെറ്റായി. അച്ഛനിന്ന് രാവിലെ ദോശയും മുട്ടയുടെ ആ കറിയും കൂടെയാണ് രാവിലെ കഴിക്കാൻ പോകുന്നത്. രാവിലെ ദോശ എന്തൊരു കറിയാണെന്ന് എനിക്ക് അറിയണം. ഉള്ളിയും സവാളയും തക്കാളിയും എല്ലാം ഇട്ട് വഴറ്റിയിട്ട് അതിനകത്ത് മുട്ട പൊട്ടിച്ചൊഴിക്കും. മുട്ടക്കറിയുടെ കൂട്ടിനൊരു കറി ഇല്ലേ, നല്ല രുചിയാണ് കഴിക്കാൻ. ദോശ കഴിക്കൂ, ഞാനും കഴിക്കൂ. കഴിച്ചു 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 കഴിച്ചു. ഉണ്ടോ? കൊള്ളാവോ? കൊള്ളത്തില്ലേ? അടുത്തോ ഇതിന് തൊട്ട് കഴിക്കേ. ഇതിലേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോശയും മുട്ട തക്കാളി ഉള്ളിയും കൊണ്ടുള്ള കറി. ഓക്കെ അച്ഛാ, ഓക്കെ കഴിക്കട്ടോ. ഓക്കെ ഓക്കെ. ആ, ഇന്ന് ചോറിൻ്റെ കൂടെ ഉച്ചയ്ക്ക് നല്ല ചീരത്തോരനുണ്ട്. ഇന്നലെ മേടിച്ച ചീര അധികം ഉണ്ടായിരുന്നു. ആ ചീര ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ്, അതിൽ നിന്നെടുത്ത് തോരൻ വെച്ചു. പിന്നെ നമ്മുടെ അയല, തേങ്ങ അരച്ച അയലക്കറിയാണ്. അതെല്ലാം സെറ്റ് ചെയ്ത് അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. ചോറ് റെഡിയായി. അയലക്കറി ഇങ്ങനെ തിളച്ചില്ല, സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. നല്ല വറവാണ് കേട്ടോ. എൻ്റെ സുഹൃത്തിൻ്റെ മില്ലിൽ നിന്നാണ് എടുത്തുകൊണ്ട് വന്നത്. അതായത് എഴുകോണ് എൻ്റെ കൂട്ടൻ നിശാന്തൻ്റെ മില്ലിൽ നിന്നാണ് ഞാൻ വറവെടുക്കുന്നത്. പ്രാവശ്യം എടുത്തിട്ട് ഏകദേശം ഒരു 3 മാസത്തേക്ക് എനിക്ക് ഇതിനുള്ള വറവിടെ കിട്ടും. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം കാരണം ഇപ്പം 2 അടുപ്പ് കത്തിക്കും. അപ്പോൾ അതിനും വറവിൻ്റെ ഉപയോഗം കൂടി. പിന്നെ ഉരുളക്കിഴങ്ങും ഏത്തക്കയും കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്, അതും സെറ്റാക്കി കടുക് പൊട്ടിച്ച് മസാലയൊക്കെ ചേർത്തത് നല്ലൊരു വഴറ്റിയെടുത്തു. ഇന്ന് ഉച്ചക്കച്ചന് ചോറ്, ചീരത്തോരന്, അയലക്കറി, മാങ്ങ ഉപ്പിലിട്ടത്, വെള്ളമാങ്ങയാണ്, പിന്നെ മെഴുക്കുവരട്ടി. ഇതാട്ട് ബാബുജി കഴിക്കൂ. ചോറും അയലക്കറി ഒരെണ്ണം കഴിച്ചിട്ട് ബാക്കി തരാം. ഇത് മെഴുക്കുവരട്ടി, ഏത്തക്കായും ഉരുളക്കിഴങ്ങും, ഇത് വെള്ള മാങ്ങ, ഇത് ചീര, അയില, മുരിങ്ങ. ഇത്രയും പോരെ, കഴിക്കേ. അങ്ങനെയൊക്കെ തന്നെ നമ്മൾക്ക് അതൊന്നും ചെയ്യണ്ടല്ല. ഊഹേലി കാലിയാക്കായ ഊഹിയായ അതിൻ്റെ അടുക്കണ്ടില്ലേ, ഇതിനകത്തുള്ള ഇല്ലേ, അതിനകത്ത് കിടക്കുന്നത്. അതിനകത്ത് മുരുങ്ങി കഴിച്ചു. ഇവിടെ ആരും പോയില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ആര് പോവാനാ?
മുരയ്ക്ക് മാത്രം കഴിക്കണം, ചോറ് കൂടെ കഴിക്കണം കേട്ടോ. ആരാ പോയെന്ന് വെച്ച് ആരാ പോയെന്ന് വെച്ച് കേട്ടാതെ അച്ഛാ, ആരാ പോയെന്ന് വെച്ച് നേരത്തെ എടുക്ക. Kale, uhi ya kaya kaya, ujoli ya kaya. ചോറ് കൂടെ എടുത്ത് കഴിക്കും. ചോറ് അയ്യോ, ചാപ്പാടൊന്നും കഴിച്ചില്ല. പിന്നെന്തു ഇന്നത് ചാപ്പാടല്ലാതെ ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്ക്. ഇവിടെ കഴിക്കാതെ കഴിക്ക്. പിള്ളേരും രാവിലെ ദോശയായിരുന്നു. ദോശയൊക്കെ ഉണ്ടാക്കി അച്ഛനെ കൊടുത്തിട്ട് പിന്നെ കടയിൽ പോയി മീനും മേടിച്ചു uhi ya kaya kaya. കഴിച്ചിട്ട്. Goli ya kaya kaya ke, uhi le kale ya kaya ke, uhi le kale. ഉള്ളിലേക്ക് മാത്രം എല്ലാം കഴിക്കണം. ചോറും കൂടെ കഴിക്കണം. തിന്നുണ്ട്. ചോറും കൂടെ കഴിക്കണം, അത് മാത്രം കഴിക്കാതെ. അല്ലൊന്നും പോരില്ലേ. അപ്പോൾ വീണ്ടും കാണാം. ഇല്ല അച്ഛാ, മൊത്തം കഴിക്കണം കേട്ടോ. ആ, അവിടെ എല്ലാവരും ഉണ്ട്. മൊത്തം കഴിക്കണം കേട്ടോ. ഓക്കെ. ആ, ശരി.